ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പുകാലത്തിൻ്റെ ഈ പുണ്യദിനങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു വെളിച്ചമാണ് നൽകുന്നത്. ഞാൻ നല്ലയിടയനാകുന്നു എന്ന യേശുവിൻ്റെ വചനം ഈ നോമ്പുകാലത്ത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നു. മരുഭൂമിയിലെ പ്രലോഭനങ്ങളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലും തളർന്നു പോകാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ഇടയൻ കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണിത്. നോമ്പ് എന്നത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കലല്ല, മറിച്ച് ഇടയൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള ഒരു പരിശീലനമാണ്. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ യഥാർത്ഥ ഇടയനായ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഇടയൻ എന്ന സങ്കല്പം ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്കും കുറവുകൾക്കും പരിഹാരമായി സ്വയം മൂർച്ച നൽകിയ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പരിത്യാഗങ്ങൾ ചെയ്യാൻ നാം വിളിക്കപ്പെടുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എന്ന വചനം വിദ്വേഷവും വിവേചനവും വെടിഞ്ഞ് സകലരെയും സ്നേഹത്തോടെയും കരുണയോടെയും നോക്കിക്കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒറ്റപ്പെട്ടു പോയവരിലേക്കും വേദനിക്കുന്നവരിലേക്കും നമ്മുടെ കാരുണ്യം എത്തുമ്പോഴാണ് ഈ നോമ്പുകാലം അർത്ഥവത്താവുന്നത്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.